രാവിലെ നല്ല തണുത്ത കാറ്റൊക്കെ ഏറ്റ് പക്ഷികളുടെ കലകളാന്നുള്ള ശബ്ദങ്ങളൊക്കെ കേട്ട് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആഹാ! എന്ത് അടിപൊളിയായിരുന്നല്ലേ! കൂട്ടത്തിൽ കുറച്ച് മഴയും കട്ടൻ കാപ്പിയും ജോൺസൺ മാഷിൻ്റെ പാട്ടും അതും കൂടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആഹാ! അന്തസ്സെന്ന് തന്നെ പറയാം. ഇപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാവർക്കും സാധ്യമാകണമെന്നില്ല. ഞാനിപ്പോൾ നിലവിൽ ഈ പറയുന്ന മാതിരി ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് എൻ്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. ഒരു 8:30 മണിക്കൂർ ജോലി, പിന്നെ ആ ക്ലോക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓടുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാതെ വരിക. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പക്ഷേ ആ ജീവിതത്തിൽ നിന്നും എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ ഞാൻ എൻ്റെ ഇക്കിഗായ് കണ്ടുപിടിച്ചുകൊണ്ടാണ്. ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് വാക്കാണ്. എല്ലാവർക്കും അത് ഫെമിലിയർ ആയിരിക്കും. ഒരു 4 കാര്യങ്ങളാണ് ഇക്കിഗായിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ പാഷൻ. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്, ആ ഇഷ്ടമുള്ളത് കണ്ടെത്തുക. അടുത്തത് നമ്മൾ ഏതിലാണ് ഗുഡ്, നമ്മൾക്ക് മികവുള്ള ഏതിലാണ്. പിന്നെ അടുത്തത് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ലോകത്തിന് ആവശ്യമുള്ളത്. നാലാമത്തത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇക്കിഗായ് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്കിഗായ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു എഡ്യൂടെക് തുടങ്ങിയത്. അപ്പോൾ എഡ്യൂടെക് തുടങ്ങി അപ്പോൾ അതിൽ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട സബ്ജക്റ്റാണ് സോഷ്യൽ സ്റ്റഡീസും മലയാളവും. അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വരുമാന മാർഗ്ഗം കിട്ടുന്നുണ്ട്. ഇപ്പം സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സോഷ്യൽ ഭയങ്കര ടഫാണ്. അപ്പം അവർക്ക് സോഷ്യൽ വളരെ ഇഷ്ടത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരാളെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിയിരിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യലിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പം. അതേപോലെ തന്നെ ഭാഷ. ഭാഷ പഠിപ്പിക്കുന്നതും എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. അതിനും കുട്ടികളുണ്ട്. പിന്നെ അതേപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഈ എഴുത്തെന്ന് പറയുന്നൊരു സ്വപ്നത്തിലോട്ടൊക്കെ ഞാൻ എത്തിയത് ഈ ഒരു ഇക്കിഗായ് കണ്ടുപിടിച്ചുകൊണ്ടാണ്. ഞാൻ എഴുത്തിൽ നല്ലതാണെന്നുള്ളത് മനോരമയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. പക്ഷെ അതിനെ ഒരു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു രീതിയിലാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ വന്നത് ഈ ഒരു പർപ്പസിലോട്ട് എത്തിയതിന് ശേഷമാണ്. അതേപോലെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കമ്മ്യൂണിക്കേറ്ററാണ്. എനിക്ക് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സൂര്യ ടോക്ക് എന്ന് പറയുന്ന വീഡിയോ തുടങ്ങിയത്. അപ്പം ഞാൻ വളരെ തമാശയ്ക്ക് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. പക്ഷേ അതിലെ കണ്ടൻറ്റ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പതുക്കെ പതുക്കെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി. അപ്പം ഞാനതിന് ഒരുപാട് പിന്നെ എന്താ പറയുക, ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വളരെ ആസ്വദിച്ചാണ് ഈ സൂര്യ ടോക്കിൻ്റെ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇക്കിഗായ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് രസമായിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയം, കുട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയം, നമുക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് പോകാം. ലീവൊന്നും ചോദിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ ഒരു 9 to 5 സെക്യൂർഡ് ജോബിലിരിക്കുക എന്നുള്ളതാണ്. അതൊരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 9 to 5 ജോബിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് സന്തോഷം തരുന്നത് ഈ ഒരു പർപ്പസ് കണ്ടുപിടിക്കുമ്പോഴാണ്. ഇപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ 21 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഫൈൻഡ് ദ പർപ്പസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പർപ്പസ് ജേർണലിൽ ചേരാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക.